കുഞ്ഞുങ്ങളെ, നിങ്ങൾ 2025 നീറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് തരാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫിസിക്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ പല കുട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ് സൊല്യൂഷൻ നോക്കുക എന്നിട്ട് വീണ്ടും അത് ചെയ്തു നോക്കുക. അതല്ല, എല്ലാ വഴിയിലൂടെയും നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടൂ. മക്കളെ, നമ്മൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടേ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പല കുട്ടികളും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വരുത്തി വെച്ച ഒരു വലിയ മിസ്റ്റേക്ക് പറയട്ടെ. അവർ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് തിയറി പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലൊരു ചിന്ത ഉണ്ട്, ആദ്യം തിയറി മൊത്തം പഠിച്ച് തീരട്ടെ എന്നിട്ട് മതി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറേ തിയറി പഠിക്കാൻ തുടങ്ങി. അവസാനം വരേക്കും തിയറി പഠിച്ച് അവസാനം ഒരു വർഷം കഴിഞ്ഞുപോയി. അതിനിടയിൽ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ എത്താൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ റിസൾട്ടിൽ വലിയൊരു സ്ഥാനത്തിലേക്ക് എത്താൻ അവർക്ക് പറ്റിയില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ 2025 നീറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് തരാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. തിയറി കുറേ നേരം വായിച്ചിരിക്കാതെ തിയറി അത്യാവശ്യം ഐഡിയ ആക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പം നിങ്ങൾ തിയറി പഠിക്കും. അപ്പം ഇനി വെറുതെ ചുമ്മാ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. കുറേ ബുക്കുകൾ വാങ്ങിക്കൂട്ടുക എന്നല്ല, നിങ്ങൾ വാങ്ങിച്ച് കൂട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഒരു മെറ്റീരിയൽ, അതിലെല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക. എല്ലാ ഏരിയയും നിങ്ങൾ കവർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന, നിങ്ങൾക്ക് തെറ്റുപറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങളെ തേടി വരും. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഫിസിക്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ പല കുട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ് സൊല്യൂഷൻ നോക്കുക എന്നിട്ട് വീണ്ടും അത് ചെയ്തു നോക്കുക. അതല്ല, നിങ്ങൾ ചെയ്യുക, തെറ്റട്ടെ, വീണ്ടും ചെയ്യുക, തെറ്റട്ടെ, അവസാനം നിങ്ങൾ സൊല്യൂഷൻ നോക്കുക. അപ്പം നിങ്ങൾ പഠിക്കും. എല്ലാ വഴിയിലൂടെയും നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടൂ. അപ്പം നമ്മൾ ഫിസിക്സിൽ സ്കില്ല് ഉണ്ടാവണമെന്നാണെങ്കിൽ നിങ്ങൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ആവണം. ചെയ്ത് തന്നെ പ്രാക്ടീസ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ബെസ്റ്റ് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2025 നീറ്റ് ക്രാക്ക് ചെയ്യുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടാവും. മെയ് 4 തീയതി 2025 മെയ് 4 തീയതി അത് നിങ്ങളുടേതായിരിക്കും. അപ്പം കാണാം മക്കളെ അടുത്തൊരു വീഡിയോയിൽ. നിങ്ങൾ ജെപീസിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇനി ഇതുപോലുള്ള കുറേ ഇൻഫർമേഷൻസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തും. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു മക്കളെ.